ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാവേ. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ചോക്കോ പൗഡർ വേണമെങ്കിൽ 1 സ്പൂൺ കൂടി ചേർക്കാം. പിന്നെ 2 മുട്ടയും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് 3/4 കപ്പ് ചെറിയ ചൂട് ഉള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ കറക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത സെറ്റപ്പിലേക്ക് വെച്ച് 45 മിനിറ്റ് കഴിയുമ്പോഴത്തേനും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് ഷുഗർ സിറപ്പും ചോക്ലേറ്റ് സിറപ്പും ആണ് വേണ്ടത്. അതിനുവേണ്ടി 2 ഗാലക്സി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണമേ. അപ്പോഴത്തേക്കും ഈ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒക്കെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ഉണ്ടാക്കി ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിവസം വെക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ച് തണുപ്പിച്ച് കഴിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനത്തെ ഈ ചോക്ലേറ്റ് സിറപ്പും കൂടെ റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടായേ.